ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ആദ്യമായി പറക്കാൻ പോകുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. ഒരു ടൂറായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൂറിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെ ഡബിളാണ്. അപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് അവസാനം ഞങ്ങളുടെ ഈ ഒരു വണ്ടർഫുൾ ഡേ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, എങ്ങനെയാണ് ഫ്ലൈറ്റ് ഉണ്ടാവുക എന്നൊക്കെ ഞങ്ങൾ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്ത് അറിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അച്ഛൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഫ്ലൈറ്റിൽ, അല്ലാതെ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എയർപോർട്ടൊക്കെ കണ്ട് ഞങ്ങൾ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയുമായിരിക്കും പോയവർക്കൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും തീവിലായതുകൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല, ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് നടത്തി അങ്ങനെ നടന്ന് പോവായിരുന്നു. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ കുറേ സംഭവങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവസാനം ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ സെറ്റിലായി. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ 7:45 ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട കാരണം അമ്മയും കണ്ണനും കൂടിയിട്ട് ഒന്നും കൂടെ നടക്കാൻ പോയതാണ്. ആ സമയത്താണ് ഇവർ ഈ സോവനിയർ കട കണ്ട് എന്നെ വിളിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കേരള ഫോർട്ട് കൊച്ചി എന്നൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ആയി കാണിച്ചപ്പോഴാണ് കടയിൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഫോട്ടോ ആൻഡ് വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ലാത്ത കാര്യം നമുക്കറിയണ്ടായിരുന്നില്ല, സോറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ കുറേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബോർഡിങ്ങിനുള്ള ടൈമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റുകൾ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാനപ്പോൾ വലിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിഗോയുടെ ടിക്കറ്റുകൾ. അപ്പോൾ ഓക്കെ, നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂർ നീളമുള്ള ആ ഒരു പ്ലെയിൻ യാത്ര അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയ കാരണം എനിക്കും മമ്മിക്കും അനിയനും അങ്ങനെ മൊത്തം ഫാമിലിക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇറങ്ങാനുള്ള സമയമായപ്പോഴേക്കും ആർക്കും ഇറങ്ങേണ്ടതെന്നായിരുന്നു. അങ്ങനെ എന്തായാലും ഇറങ്ങിയാലേ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ വണ്ടി റെഡിയായിരുന്നു, ബസ് ഉണ്ടായിരുന്നു, നമ്മളതിലേക്ക് കയറാൻ പോവാണ്. ഈ ഇറങ്ങാനുള്ള ടൈം ആകുമ്പോഴേക്കും എനിക്ക് ചെവി അടഞ്ഞിട്ടുള്ള പ്രോബ്ലംസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ചെവി ഇങ്ങനെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായത് കാരണം തന്നെ പഞ്ഞി വയ്ക്കാനോ അങ്ങനെയൊന്നും നിന്നില്ല. അപ്പോൾ അത് കാരണമുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇനി പോകുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ട്. ഭയങ്കര വലിയ എയർപോർട്ടാണ്, കോയമ്പത്തൂർ എയർപോർട്ട് പോലെയല്ല. അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് അതേപോലെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്കുള്ള വണ്ടി റെഡി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാഗ് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകണം, ട്രോളി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം പെട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ പെട്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പമ്പ ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി വഴിയാണ് പോകുന്നത്. അവരാണ് നമ്മുടെ ടൂർ മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ വണ്ടി പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലെയിൻ യാത്ര അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതേപോലത്തെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനിയും ഹൈദരാബാദ് വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതായാലും അതുവരേക്കും ബൈ ബൈ. ഇതുവരെ വീഡിയോ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.